വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 750 കോടി വകയിരുത്തിയുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരണം നടന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു. കിഫ്ബി വഴി ഭൂമി വാങ്ങാൻ 1000 കോടി, കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് 700 കോടി, ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി വരെ വായ്പ, വയോജന സുരക്ഷയ്ക്ക് 50 കോടി, ഡിജിറ്റൽ ക്യാമ്പസിന് 216 കോടി, ലൈഫ് പദ്ധതിയിലൂടെ 1 ലക്ഷം വീടുകൾ ഈ വർഷം പൂർത്തിയാക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ 2 കോടി, AI വികസനത്തിന് 10 കോടി, കെ-ഫോൺ പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്ക് 5 കോടി, കൊച്ചി മുസിരിസ് ബിനാലേക്ക് 7 കോടി, എഥനോൾ നിർമ്മാണം ഗവേഷണത്തിന് 10 കോടി, ഡിജിറ്റൽ ക്യാമ്പസിന് 216 കോടി, 4830 പേർക്ക് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. പ്രസ് അക്കാദമി 7.5 കോടി, മാധ്യമ അവാർഡുകളുടെ തുക ഇരട്ടിയാക്കും. വന്യജീവി ആക്രമണം നേരിടാൻ 50 കോടി, പുതിയ ബസ്സുകൾ വാങ്ങാൻ 178.96 കോടി, മണ്ണ് സംരക്ഷണത്തിന് 79 കോടി, നാട്ടുവൈദ്യം സംരക്ഷണത്തിന് പദ്ധതി, തീർത്ഥാടന ടൂറിസം 20 കോടി, കേര പദ്ധതിക്ക് 100 കോടി, ഊർജ്ജ മേഖലയ്ക്ക് 1067 കോടി എന്നിങ്ങനെയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. സർ, നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക വരാൻ കാരണം. അത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർ, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും.